ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഒരു അടിപൊളി മെറീൻ എക്സിബിഷൻ കാണാനാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വടക്കേ ബസ് സ്റ്റാൻഡിൻ്റെ സമീപം എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ പിൻവശത്തായിട്ട് ഒരു പള്ളിത്താമം ഗ്രൗണ്ട് ഉണ്ട്. അവിടെ മെറീൻ എക്സ്പോ നടക്കുവാണ് കേട്ടോ. ഡിസംബർ 19 മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. ജനുവരി 26 വരെ ഈ എക്സിബിഷൻ അവിടെ ഉണ്ടാവും. സമയം ഉച്ചയ്ക്ക് 2 മണി മുതൽ 9 മണി വരെയും അവധി ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ 9 മണി വരെയുമാണ് എക്സിബിഷൻ ഉള്ളത്. അന്റാർട്ടിക്കയിലെ കൗതുകമായ കാഴ്ചകളും കടലിനടിയിലെ വിസ്മയമായ കാഴ്ചകളും കാണാൻ മത്സ്യകന്യകമാർ നമ്മളെ അവിടെ സ്വാഗതം ചെയ്യുകയാണ്. ഫിലിപ്പീൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങളും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവമായ അനുഭവവും ഇവിടെ വരുന്ന കാണികൾക്ക് സ്വന്തമാണ്. ഫ്രണ്ട്സ്, പിന്നീട് കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഈ ഒരു എക്സിബിഷനിൽ ഇതിൻ്റെ നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തുമ്പോൾ, അതായത് എക്സിബിഷൻ കണ്ട് എക്സിബിഷൻ കഴിയാറാവുന്ന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു മത്സ്യകന്യക, അതിസുന്ദരിയായ ഒരു മത്സ്യകന്യക നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിബിഷൻ്റെ ലാസ്റ്റ് ഭാഗം വരെയും കാണാൻ മറക്കരുത് കേട്ടോ. ഇവിടെ മുതിർന്ന ആളുകൾക്ക് 120 രൂപയും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ടിക്കറ്റ് ആവശ്യമില്ല. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 120 രൂപ തന്നെയാണ് ടിക്കറ്റ് റേറ്റ്. അപ്പം നമുക്കൊന്ന് അകത്തേക്ക് കയറിയാലോ. 15,000 ചതുരശ്ര അടിയിൽ തീർത്ത കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കവും കൺസ്യൂമർ സ്റ്റോളുകളും ഇമ്പോർട്ടഡ് അമ്യൂസ്മെൻറ്റ് പാർക്കുകളും അതുപോലെ 5,000 ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ കൂടെ ഈ അതിമനോഹരമായ മെറൈൻ എക്സ്പോയിലെ കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ ഇത് 26 ജനുവരി വരെയും ഈ ഒരു എക്സിബിഷൻ ഇവിടെയുണ്ട്. അപ്പോൾ കാണാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇത് കണ്ട് എൻജോയ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് കയറി ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടാലോ. ഇത്രയും വലിയ എക്സിബിഷനിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഡയറക്റ്റ് വന്ന് ഇൻവൈറ്റ് ചെയ്യണ്ടേ, അതാ വന്നേക്കണേ കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയെന്ന് അറിയോ? മെറൈൻ എക്സിബിഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യണം ഈ ഒരു മനോഹരമായ കാഴ്ചയിലേക്ക്. പോയാലോ, വരൂ. പച്ച പരവതാനി വിരിച്ച പുൽത്തകിടിയും അതിൻ്റെ 2 വശത്തുമായിട്ട് മനോഹരമായ ക്രിസ്മസ് കാഴ്ചകളുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ. കാരണം ഈ ഒരു എക്സിബിഷൻ തുടങ്ങിയത് ഡിസംബർ 19 അതായത് നമ്മുടെ ക്രിസ്മസിന് മുന്നോടിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് കാഴ്ചകൾ ഇവിടെ ഒരുപാട് കാണാനുണ്ട്. പിന്നെ നമ്മുടെ അന്റാർട്ടിക്കയിലെ മഞ്ഞിലെ കരടിയും, നമ്മുടെ പോളാർ ബെയർ എന്നറിയപ്പെടുന്നില്ലേ, അതേപോലത്തെ കരടിയും അതിൻ്റെ മനോഹരമായ കാഴ്ചകളും പെൻഗ്വിൻസും, അങ്ങനെ ഒരു മഞ്ഞുമലയിലെ സൗന്ദര്യങ്ങളെല്ലാം ഇവിടെ അതുപോലെ ഒപ്പിവെച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേൾക്കേക്കുന്ന ഒന്നാണ് സ്വർഗത്തിലെ ഏദൻ തോട്ടം അല്ലേ.
ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് സ്വയം തോന്നിയത് എന്താണെന്നറിയോ, ഞാനൊരു ഏദൻ തോട്ടത്തിൽ വന്നൊരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. നമ്മളാരും ഏദൻ തോട്ടം കണ്ടിട്ടില്ല, പക്ഷേ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ? ഈ ഒരു കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത്? ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും ഒരു ഏദൻ തോട്ടത്തിൻ്റെ ഫീലിംഗ് ആണ് കേട്ടോ തോന്നുന്നത്. കാരണം ഇവിടെ മഞ്ഞിൻ്റേതായ മഞ്ഞുകട്ടകൾ ഇങ്ങനെ മൂടി നിൽക്കുന്നതും അതുപോലെ തന്നെ നല്ല പച്ച പുൽത്തകടിയും ചെമ്മരിയാടിൻ കൂട്ടങ്ങളും ആപ്പിൾ മരങ്ങളും എല്ലാം നമുക്ക് ഒരു ഏദൻ തോട്ടത്തിൻ്റെ ആ ഒരു പ്രതീതി നമ്മളിൽ ഉളവാക്കുന്നു. ഫുള്ളി അതും നല്ല പോലെ ഭയങ്കര തണുപ്പ് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള എയർ കണ്ടീഷനിങ് ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആ തണുപ്പിൽ ഈ മഞ്ഞ് ഇങ്ങനെ മൂടിക്കിടക്കുന്ന ആ ഒരു പ്രതീതി ഉളവാക്കുന്ന ആ ഒരു പ്രകൃതി ഭംഗിയിൽ ഇതേപോലെ ലൈറ്റും അതുപോലെ ഇതാ നോക്കൂ, നല്ല നല്ല ആപ്പിൾ മരങ്ങൾ ഇങ്ങനെ കാച്ച് കുലച്ച് കിടക്കുന്നതൊക്കെ കാണുമ്പോൾ ഇത് കണ്ട ആർക്കാണ് ഇത് ഏദൻ തോട്ടമാണെന്ന് തോന്നാത്തത് ഇല്ലേ? ഇനി നമ്മൾ മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. ഈ കണ്ടതെല്ലാം മനോഹരം തന്നെയാണ്, എന്നാൽ ഇനി കാണാൻ പോകുന്നത് അതിമനോഹരം. അതായത് ഒരുപാട് പല നിറത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളും അതുപോലെ സുന്ദരിയായ മത്സ്യകന്യകേനെ നമുക്ക് ഇനി കാണാം. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഒരു ടണലിനകത്തേക്കാണ്, അതായത് ഒരു ഗുഹ പോലെ. നമ്മുടെ തലയ്ക്ക് മുകളിൽ പോലും ഇങ്ങനെ ആർച്ച് ഷേപ്പിലാണ് ഈ ഒരു ഗുഹയുള്ളത്.
ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ നടക്കുമ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി പോലും മീനുകൾ ഒരുപാട് അങ്ങനെ ഒഴുകി നീങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും. കാരണം മൊത്തത്തിൽ മീനാണ്, ഒരു ആർച്ച് ഷേപ്പാണ്. മുകളിലും സൈഡിലും എല്ലാ ഭാഗത്തും എവിടെ നോക്കിയാലും മത്സ്യങ്ങൾ മാത്രം, അതും അതിസുന്ദരമായ മത്സ്യങ്ങൾ. നമ്മൾ ഈ ടണലിൽ നിന്ന് കൈ പൊക്കി കഴിയുമ്പോൾ കാണുന്നത് നമ്മുടെ മുകൾ ഭാഗത്തു, നമ്മുടെ തലയുടെ മുകൾ ഭാഗത്തു കൂടി പോലും മീനുകൾ ഇങ്ങനെ ഒഴുകി തിമിർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സുന്ദരമായ എന്തൊരു അനുഭൂതിയാണെന്നറിയോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കുള്ളത്. കാരണം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇരുവശങ്ങളിലും ഒരുപാട് മീനുകൾ, അതുപോലെ നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ അവിടെ കൂടിയും മീനുകൾ ഒഴുകുന്നു. അതായത് ഒരു കടലിൻ്റെ അടിത്തട്ടിൽ നമ്മൾ ചെന്നാൽ എന്തായിരിക്കും നമുക്കുണ്ടാവുന്ന ആ ഒരു പ്രതീതി, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇരുവശങ്ങളിലുമായി കാണുന്നത് പല നിറങ്ങളിലുള്ള അലങ്കാര മത്സ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കേട്ടോ. ലക്ഷങ്ങളെന്ന് പറയാൻ പറ്റുമോ, കോടികളെന്ന് പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. എണ്ണിയാൽ തീരാത്ത അത്രയും സുന്ദരമായ അലങ്കാര മത്സ്യങ്ങളുടെ ഒരു കലവറ, അതാണ് ഈ ഒരു മെറൈൻ എക്സ്പോ. നമുക്ക് എവിടെ നോക്കിയാലും മത്സ്യങ്ങൾ, നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ അവിടെ കൂടിയും ലക്ഷക്കണക്കിന് മീനുകൾ, ഇതുപോലെ സൗന്ദര്യമായ അലങ്കാര മത്സ്യങ്ങൾ ആടി തിമിർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇരുവശങ്ങളിലും കാണുന്ന കാഴ്ചയും ഇത് തന്നെ. അതായത് എവിടെ നോക്കിയാലും അലങ്കാര മത്സ്യങ്ങളും സുന്ദരമായ മത്സ്യങ്ങളുടെ ഒരു പ്രവാഹം, അതിമനോഹരമായൊരു കാഴ്ച തന്നെ. ഇവിടുത്തെ ഈ മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു പൊട്ടുപൊട്ടുപോളുന്നത് എല്ലാം മത്സ്യങ്ങളാണ് കേട്ടോ. നമ്മുടെ അലങ്കാര മത്സ്യങ്ങളാണ്. പല നിറത്തിലുള്ള, പല വലിപ്പത്തിലുള്ള, ഒരുവിധം വലിയ വലിപ്പത്തിലേക്ക് ഇതാവുന്നില്ല, അത് കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ എല്ലാവരും അല്ലേ. ഈ ഒരു വലിപ്പത്തിലുള്ള അലങ്കാര മത്സ്യങ്ങൾ തന്നെയാണ് ഈ കാണുന്നത്. മുകളിലേക്ക് നോക്കുമ്പോഴും ആ കാണുന്ന സ്പോട്ട് എല്ലാം മീനുകളാണ് കേട്ടോ. ഇതെന്താന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ ചെമ്മീനാണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് മത്സ്യകന്യക, മെർമെയ്ഡ്.
അപ്പം നമ്മൾ സുന്ദരിയായ മത്സ്യകന്യകേനെയൊക്കെ കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട്സ്? അതെല്ലാം കഴിഞ്ഞു. നമ്മളിതേ പിന്നെ ബാക്കി എക്സിബിഷനിലെ കാഴ്ചകളിലേക്ക് കടക്കുവാണ്. ഇവിടെ പോപ്കോണിൻ്റെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു പോപ്കോൺ വാങ്ങിച്ചു കേട്ടോ. സാധാ പോപ്കോൺ അല്ല, നല്ല അടിപൊളി ടൊമാറ്റോ ചീസ് പോപ്കോൺ. കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അത് എൻ്റെ കയ്യിലുണ്ട്, അത് കഴിച്ചുകൊണ്ട് നടക്കുവാണ്. പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റോളുകളുണ്ട്. അതായത് നമ്മൾ എക്സിബിഷൻസിനൊക്കെ കാണാറുണ്ടല്ലോ, അതേപോലത്തെ ഒരുപാട് സ്റ്റോളുകൾ. ഇത് ബുക്സിൻ്റെ സ്റ്റോളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പച്ചക്കറികളുടെ വിത്തുകൾ അങ്ങനെയെല്ലാമുള്ള സ്റ്റോളുകൾ. പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഇതുപോലെ ഒരുപാട് ഹൽവ അങ്ങനെയൊക്കെയുള്ള സ്വീറ്റ്സൊക്കെ ഉള്ള കുറേ സ്റ്റോളുകൾ. അങ്ങനെ നമ്മൾ സാധാ എക്സിബിഷൻസിലൊക്കെ എങ്ങനെയാണോ കാണുന്നത് അതേപോലത്തെ ഒരുപാട് സ്റ്റോളുകളാണ് പിന്നെ ഇവിടെ ഉള്ളത്. ഇത് അച്ചാറൊക്കെ വിൽക്കുന്ന കടകൾ, അങ്ങനെ ഒരുപാട് സ്റ്റോളുകൾ. അപ്പോൾ നമുക്കിതാ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് 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 അങ്ങനെ നടക്കുവാണ് കേട്ടോ. മെറൈൻ എക്സിബിഷൻ ഷോ ആണെങ്കിലും ഇവിടെ നല്ല ഭംഗിയുള്ള കുറേ കമ്മലുകൾ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, എനിക്ക് കമ്മൽ ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഞാനൊരു 2 പേർ നല്ല അടിപൊളിയായിട്ട് കമ്മൽ വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട്. എന്താണെന്നറിയത്തില്ല, ലൈറ്റിൻ്റെ വെളിച്ചത്തിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇങ്ങനൊരു ബ്ലാക്ക് വര പോലെ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തപ്പോഴും ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ അങ്ങനെ ഉണ്ടായി. എനിക്ക് തോന്നുന്നു അവിടുത്തെ ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു റിഫ്ലക്ഷൻ പോലെ വരുന്നത്. എങ്ങനെയുണ്ട് കമ്മലുകളൊക്കെ? നല്ല ഭംഗിയില്ലേ? ഞാൻ ഡ്രസ്സിന് മാച്ച് ചെയ്ത് 2 എടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് നടന്നു വന്നപ്പോഴാണ് ഒരു ചെരുപ്പിൻ്റെ കട കണ്ടത് കേട്ടോ. അതായത് ഇവിടെ കുറച്ച് സ്പെഷ്യൽ ചെരുപ്പുകൾ, അതായത് നമ്മുടെ കോലാപുരി ചപ്പൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം ചപ്പൽസ് എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ, അവരിങ്ങനെ ഒരു എന്താ പറയുക, ഹാൻഡ് മെയ്ഡാണ്. പല ടൈപ്പ് നമ്മളങ്ങനെ എപ്പോഴും കാണാത്ത തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ചെരുപ്പുകളാണെന്ന് ഇവിടെ ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരു പേർ കോലാപുരി ചെരുപ്പ് ഞാനും അതുപോലെ ഒരു പേർ മോൾക്കും വാങ്ങിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ട് വാങ്ങിച്ചത്. ഞാൻ കാണിച്ചു തരാം ഏതാണ് വാങ്ങിച്ചത്. ഇതൊക്കെ നല്ല ഭംഗിയില്ലേ? പക്ഷേ ഇതിനൊന്നും എൻ്റെ കാലിൻ്റെ സൈസ് ഇല്ല കേട്ടോ. നമ്മളൊരു രാജസ്ഥാനി അതുപോലെ മഹാരാഷ്ട്ര ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചെരുപ്പുകളാണ് ഇവിടെ ഞാൻ കണ്ടത്. പക്ഷെ ഭയങ്കര വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ കാലിലൊക്കെ ഇട്ട് നോക്കിയത് ഇതാണ് ഞാൻ ലാസ്റ്റ് വാങ്ങിയത്. ഈ ഒരു ടൈപ്പ് ചെപ്പൽ കുഴപ്പം നല്ല രസമായിട്ടൊക്കെ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. ഇതാണ് കേട്ടോ വാങ്ങിച്ചത്. അതിൻ്റെ തന്നെ പല സൈസുകൾ, പല പല ഡിസൈൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് ഞാൻ ആദ്യം കാലിലിട്ട് ആ ഒരു മാല കമ്മൽ പോലത്തെ മോഡൽസ് ഉള്ള ആ ഒരു അതൊക്കെ ഹാങ്ങിങ് ഉള്ള ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കാലിൻ്റെ സൈസിന് എനിക്കത് കിട്ടിയില്ല. എൻ്റെ കാലിന് കുറച്ച് എന്താ പറയുക, നീളം കൂടുതലുണ്ട്. നീളം എനിക്ക് സാധാ ഡിസൈനിൽ ഒപ്പൂറ്റി ഇത്തിരി കൂടി എനിക്ക് നീളം വേണം ചെരുപ്പിന്. കാലിന് ഇത്തിരി നീളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് സൈസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തത്. ഇതെനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ, ഈ ഒരു മോഡൽ.
അങ്ങനെ അത് വാങ്ങിച്ചു. അപ്പോൾ നല്ല രസമുള്ള ചെരുപ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ഒരു കോലാപ്പുരി ചപ്പൽസ് കട. പിന്നെ അതെല്ലാം കഴിഞ്ഞു, വീണ്ടും മുന്നോട്ട് തന്നെ നടക്കുവാണ്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങനെ ഷോപ്സ് എന്ന് പറയാനില്ല, നമുക്ക് നമ്മൾ കാണുന്ന ഒരു ഇതൊക്കെ തന്നെയാണുള്ളത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളതിൽ എക്സിബിഷനിലും കാണുന്ന പോലെ ബജ്ജിക്കട അങ്ങനെയെല്ലാം ഉണ്ട്. ഇവിടെ അങ്ങനെ എല്ലാ വെറൈറ്റി ബജ്ജീസ്, മുട്ട ബജ്ജി, മുളക് ബജ്ജി, കായ് ബജ്ജി അങ്ങനെ എല്ലാം ഇവിടെ. പിന്നെ കാണുന്ന നല്ല അടിപൊളി ജൈൻറ്റ് വീലാണ്, ഒരു ഭയങ്കര വലിയ ജൈൻറ്റ് വീൽ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഒരു ഷാംപോലിൻ പോലെ, പാവ പോലെ, നല്ല സ്പോഞ്ച് പോലെ ഇങ്ങനത്തെ കുറച്ച് കളിസാധനങ്ങൾ. പിന്നെ ഇത്രയും നടന്നു കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ ദാഹിക്കുമല്ലോ. അപ്പോൾ നല്ലൊരു കരിമ്പ് ജ്യൂസ് കടയുണ്ടായിരുന്നു, അപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിക്കാനും മറന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്നത് കരിമ്പ് ജ്യൂസ് കാണുന്ന സൈഡിലായിട്ടാണ് നമ്മുടെ ജൈൻറ്റ് വീൽ. പിന്നെ ഒരു ഡൈനോസർ എന്ന് പറഞ്ഞൊരു കളിക്കുന്ന ഒരു ഇതുണ്ട്, അതിനകത്ത് കയറി കഴിഞ്ഞ് ഇതുപോലെ സ്പീഡിൽ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകും. അതിനൊന്നും പക്ഷേ ഞങ്ങൾ കയറിയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര പേടിയായതൊക്കെ കേട്ടോ. പിന്നെ ഈ ഊഞ്ഞാല് പോലെ ആട്ടുന്ന ആ ഒരു എന്തായാലും പറയുന്നത് ആട്ടുകട്ടിൽ പോലെ പറഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും മിക്ക എക്സിബിഷനും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ കുറേ കളിസാധനങ്ങൾ, പിന്നെ അതുപോലെ നല്ലൊരു സ്വീറ്റ് കോണിൻ്റെ നല്ലൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു ലൈക്കും ഷെയറും അതുപോലെ വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ ബൈ.